ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊരു ടോപ്പിക്ക് നോക്കാം. ആ പേര് പറയുന്ന പോലെ, അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡെന്നോ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്നോ സ്ട്രേറ്റ് ലൈൻ എന്നോ പല രീതിയിൽ വിളിക്കാം. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷൻ, നമ്മൾ ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. ഒരു അസറ്റ് വാങ്ങിയിട്ട് ആ അസറ്റിന് ഓരോ വർഷവും ചാർജ് ചെയ്യപ്പെടുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം എമൗണ്ട് ആയിരിക്കും. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ ഈ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് വാങ്ങിയ വില. ഈ അസറ്റ് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ അസറ്റിൻ്റെ വിലയുടെ കൂടെ വല്ല ഇൻസ്റ്റലേഷൻ ചാർജോ ഇറക്ഷൻ ചാർജോ ക്യാരിയേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ റൂളുണ്ട്. നമ്മളൊരു അസറ്റ് വാങ്ങാനായിട്ട് വരുന്ന ചിലവുകളും കൂടെ അസറ്റിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം. മെയിനായിട്ട് ഇൻസ്റ്റലേഷൻ ചാർജാണ്. ഇപ്പം മെഷീനറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ, അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് എന്നോ ഇറക്ഷൻ ചാർജ് എന്നൊക്കെ കാണും. അതെല്ലാം ഈ കോസ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഈ ഐറ്റംസ് എല്ലാം ക്വസ്റ്റ്യനിൽ കാണും. നമ്മളിതൊന്നും കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ ഈ 3 ഐറ്റവും ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ടാണ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദ അസറ്റ്. ഇത് വെച്ച് കിട്ടുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്താണോ ആ എമൗണ്ട് തന്നെ ആയിരിക്കും എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, സോ ഇതാ ഒരു പ്രോബ്ലം നോക്കാം. ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഓൺ 1st April 2011 ഫോർ എ സം ഓഫ് ₹40,000. എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 7 years ആണ്. സ്ക്രാപ്പ് വാല്യൂ 5000. ഇത്ര ഇൻഫർമേഷൻ മതി. അസറ്റ് വാങ്ങിയ വിലയുണ്ട്, ലൈഫ് ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യത്തെ 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഒറിജിനൽ കോസ്റ്റ് 40,000, സ്ക്രാപ്പ് വാല്യൂ 5000, ലൈഫ് 7 വർഷം. സോ 35,000 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. 5000 രൂപയാണ് ഡിപ്രീസിയേഷൻ. ഇതിങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് തിരിച്ചു വരാം. സോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 rupees-ആണ്. ഇതിങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ മെഷീനറി അക്കൗണ്ട് വരയ്ക്കുന്നു. ഡിപ്രീസിയേഷൻ്റെ ബാക്കിയുള്ള എല്ലാ മെത്തേഡിലും ചെയ്യുന്ന പോലെ തന്നെ മെഷീനറി അക്കൗണ്ട് വരച്ചിട്ട് ഫസ്റ്റ് നമ്മൾ മെഷീനറി വാങ്ങി. മെഷീനറി അക്കൗണ്ട് ടു ബാങ്ക് ആണ്. അപ്പോൾ ടു ബാങ്ക് എന്ന് എഴുതുന്നു, എമൗണ്ട് എഴുതുന്നു. 31 March 2012, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ഡിപ്രീസിയേഷൻ 5000. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു 35,000. ഈ 35,000 രൂപയാണ് ബ്രോ ഡൗൺ ചെയ്യുന്നതെങ്കിലും അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ വീണ്ടും 5000 തന്നെ. അതാണ് ഈ മെത്തേഡിൻ്റെ പ്രത്യേകത. നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നതനുസരിച്ച് മെഷീനറിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. ആ 5000 കുറയുമ്പോൾ 30,000 ആവും. അപ്പോഴും ഡിപ്രീസിയേഷൻ 5000 തന്നെ. സോ ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എന്താണോ ആ എമൗണ്ട് തന്നെ ആയിരിക്കും എല്ലാ വർഷത്തെയും ഡിപ്രീസിയേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മെഷീനറിയുടെ വില കുറയുന്നതനുസരിച്ച് ഡിപ്രീസിയേഷനിൽ മാറ്റം വരുന്നില്ല. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് എമൗണ്ട് ആണോ ഡിപ്രീസിയേഷനായിട്ട് ഒരു അസറ്റിന് കണ്ടിരിക്കുന്നത് ആ അസറ്റിൻ്റെ കാലാവധി, ആ അസറ്റിൻ്റെ ജീവിതകാലം മൊത്തം ആ എമൗണ്ട് തന്നെ ആയിരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പോയി അവസാനം 0 ആവും. ഇത് ഈ പോക്കങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ 7 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞ് 25,000 ആവും. കുറയുള്ളൂ, കുറഞ്ഞ് പോകത്തില്ലടോ. 25,000, 20,000 കുറഞ്ഞ് ഇത് അവസാനം 0 ആവും. അവസാനം എഴുതി പോയി കഴിഞ്ഞാൽ നമ്മളിത് അവസാനം 0 ആക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും എത്ര വർഷത്തെ പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലസ്റ്റ് മെത്തേഡാണ്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഒന്നുമില്ല. കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ എന്താണോ അത് തന്നെ എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയാനായിട്ട്. +1 ലെവലിലൊക്കെ പഠിക്കുന്നതാണ് കുട്ടികൾ. +1 പഠിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം സിമ്പിളായിരിക്കുമെന്ന്.